സ്നേഹം കുർബാനയാകാൻ, എന്നിലലിയാൻ ജീവനാകാൻ എൻ ഹൃദയം നൽകുന്നു ഞാൻ. ദേഹം പകുത്തു നൽകി വാസമാകാൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ അഖണ്ഡ ആരാധനയുടെ ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ കുർബാന സംതൃപ്തി നൽകുന്ന അനുഭവമാണ് എന്നതിനെ കുറിച്ചാണ്. സങ്കീർത്തന പുസ്തകത്തിന്റെ 78 അധ്യായത്തിൽ 29 തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവർ ഭക്ഷിച്ച് തൃപ്തരായി. പ്രിയമുള്ളവരെ, അവർ ഭക്ഷിച്ച് തൃപ്തരായി എന്ന സങ്കീർത്തന വചനം ഒരുപക്ഷെ വിശുദ്ധ കുർബാനയിലൊക്കെ കാഴ്ചവെപ്പിന്റെ ഗാനം ആലപിക്കുമ്പോൾ ആദ്യം നമ്മൾ പറയുന്ന ഒരു തിരുവചനമാണ്. അത് ഈ സങ്കീർത്തന വചനത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അവർ ഭക്ഷിച്ച് തൃപ്തരായി. ഭക്ഷണം കഴിക്കുക, സംതൃപ്തി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ മാനുഷികമായി ഭൗതികമായി നിൽക്കുന്ന ഒരു കാര്യമാണെങ്കിലും അത് ആധ്യാത്മിക അഭിഷേകത്തിന്റെ ഒരു ചിത്രത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് വിശുദ്ധ കുർബാനയോട് ബന്ധപ്പെടുത്തിയാണ്. വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്നുകൊണ്ട് സംതൃപ്തി നേടുവാൻ നമുക്ക് കഴിയുക. ഈശോ അപ്പം വർദ്ധിപ്പിച്ച എല്ലാ അത്ഭുതങ്ങളിലും നമ്മൾ കാണുന്നത് എന്താണ്? അവിടെ അപ്പം മിച്ചം വന്നു. 7 കൊട്ട മിച്ചം വരുന്നു, 12 കുട്ട നിറയെ മിച്ചം വരുന്നു. ഇപ്പോൾ മിച്ചം വരിക എന്ന് പറയുമ്പോൾ അത് കേവലം ഭക്ഷണം എല്ലാവർക്കും തികഞ്ഞു എന്നല്ല, മറിച്ച് എല്ലാവർക്കും സംതൃപ്തി കിട്ടി, അതുകൊണ്ട് ഇനി വേണ്ട, മിച്ചമുണ്ട് എന്ന് പറയുന്ന അനുഭവമാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ 2-ാമത്തെ പുസ്തകത്തില് 4-ാമത്തെ അധ്യായത്തിൽ ഏലീഷ പ്രവാചകൻ അപ്പം വർദ്ധിപ്പിക്കുന്ന രംഗമുണ്ട്. അവിടെ 42 മുതലുള്ള നിർവചനങ്ങളില് ഇതുപോലെ തന്നെ ഭക്ഷിച്ച് തൃപ്തരായി, കർത്താവ് പറഞ്ഞതുപോലെ അവർ ഭക്ഷണം കഴിച്ച് തൃപ്തരാവുകയും മിച്ചം വരികയും ചെയ്തു എന്ന് എഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കുക, അപ്പം ഭക്ഷിച്ച് തൃപ്തരായി എന്ന് പറയുന്ന അനുഭവം വിശുദ്ധ കുർബാനയുടെ നിഴലായി നമുക്ക് ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അസംതൃപ്തിയുടെ മേഖലകൾ ഇന്നുണ്ട്. ഒരുപക്ഷെ അത് വൈകാരികതയുടെ മേഖലകളിലാകാം. ഇമോഷണൽ ആയിട്ട് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എനിക്ക് ആരുമില്ല എന്നൊരു തോന്നൽ. എല്ലാവരുടെയും ജീവിതത്തില് ഈ പരാതികൾ ഉയരുമ്പോൾ ഇതിനുള്ള ഉത്തരം വിശുദ്ധ കുർബാനയാണ്. വൈകാരിക സംതൃപ്തി നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നത് കുർബാനയുടെ സ്വീകരണത്തിലൂടെയാണെന്ന് തിരിച്ചറിയുക. 2-ാമത്തെ മേഖല ഭൗതിക വസ്തുക്കളുടെ മേഖലയാണ്. അസംതൃപ്തി എന്ന് ഏറ്റവും നിഴലിക്കുന്നത് സമ്പത്തിന്റെ മേഖലയിലാണ്. പ്രിയമുള്ളവരെ, സർവ സമ്പത്തിന്റെ ഉടമയായ ദൈവത്തിന്റെ തിരുസന്നിധിയില് നമ്മളെ തന്നെ സമർപ്പിക്കുക. അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. കാരണം അത് സർവസമ്പത്തിന്റെയും ഉടമയായ ദൈവത്തെ സ്വീകരിക്കണം. അപ്പൊ അവിടുത്തെ രാജ്യവും നീതിയും തേടി അവിടുത്തെ സന്നിധിയിൽ നമ്മളെ തന്നെ പരിപൂർണമായി നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല. ആരാധിച്ചിടാം, താണവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ.